ചേട്ടന്മാരെ ഒരു അർജന്റ് കേസുണ്ട്. എന്റെ ഇടവും ബലവും നിൽക്കൂ. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ ഭടൻ? സാർ, എന്നാൽ ഒരു പഞ്ചായത്തിൽ 1000 പേരുണ്ടെങ്കിൽ അതിലൊരു 10 പേരെ കഞ്ചാവ് അടിക്കുന്നു. പക്ഷെ ഈ 1900 പേരും മദ്യം അടിക്കുന്നു. അപ്പൊ ഒരു സ്ഥലത്ത് പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന മദ്യം കൊണ്ടാണ്. ഉണ്ണിക്ക് എങ്ങനെ അറിയാം? കഴിവ് അതങ്ങനെ കഴിവുള്ള പലരുടെയും കഴിവുകൾ മറ്റുള്ളവർ കാണുന്നില്ലല്ലോ. ഉദാഹരണത്തിന് എന്റെ കഴിവ്. ഇത് കഞ്ചാവാണെന്നും ഇത് മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട് സർക്കാർ നിരോധിച്ചിരിക്കുവാണെന്നും അറിയാമോ? അതും അറിയാം. അത് എന്ന് നിരോധിച്ച്, ആര് നിരോധിച്ച്, കേരളത്തിലെപ്പം നിരോധിച്ചെന്ന് എല്ലാം അറിയാം. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. ഞാൻ ചോദിക്കട്ടെ, MDMA ഉണ്ട്, പ്രതലീനുണ്ട്, മോർഫിനുണ്ട്, അതുപോലെ തന്നെ LSD ഉണ്ട്. അതിനൊക്കെ കാശ് വേണം. അതൊക്കെ വലിയ കാശ്. എന്താ വഴി വിട്ട രീതിയിൽ ജീവിക്കുന്ന നിനക്കൊക്കെ പറയാൻ പല ന്യായങ്ങളും ഉണ്ടാവും. മദ്യം വ്യഭിചാരം ചൂതാട്ടം തെറ്റാണ്. മദ്യം വ്യഭിചാരം ചൂതാട്ടം. അപ്പൊ ഈ മയക്കുമരുന്നിന് കുഴപ്പമില്ലേ? അതിൽ എനിക്ക് വലിയ പരാതി ഒന്നുമില്ല. ഇല്ല കുഞ്ഞവരാ, ഈ കഞ്ചാവ് മൂത്താൽ എന്താ ചെയ്യാ? വെട്ടിമിക്കണം മാറ്റി നല്ല കാശല്ലേ. മയക്കുമരുന്ന് ഇത് പെടുത്തിയതല്ലേ രാജീവ് ഗാന്ധി സർക്കാർ 1985 പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? നിനക്കെന്തൊരു ബുദ്ധിയാടാ കീടമേ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഈ പറയുന്നത് ബ്രൗൺ ഷുഗറും മറ്റു കാര്യങ്ങളും ഹാഷ് ഓയിൽ ബ്ലഡ് ക്യാൻസറിന്റെ മരുന്ന് ഇപ്പോഴും സാറിന് വേണ്ടി അന്വേഷിച്ച് നോക്കും. കോട്ടക്കൽ ആരോഗ്യശാലക്കാർക്കുണ്ട്. ഒരു ശാസ്ത്രജ്ഞന്റെ സഹായത്തോടെ ക്യാൻസറിനുള്ള പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവർക്ക് മരുന്നുണ്ടാക്കാൻ ഈ മറ്റു പച്ചമരുന്നുകളുടെ കൂട്ടത്തിൽ ചേർക്കാൻ കുറച്ച് കഞ്ചാവൂടെ വേണം. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. ഇത് വലിച്ചിട്ട് ആരും ഒരു പ്രശ്നം ഒന്നുമില്ല. സാറിന് സംശയം ചോദിക്കാം. എന്റെ കസ്റ്റമർ വേണം ലൗഡ് സ്പീക്കർ ഇട്ട് ഞാൻ സാർ, എല്ലാം തകർന്നു. ഇനി നമ്മളിപ്പോ എന്താ ചെയ്യാ? കഞ്ചാവ് കൊടുക്കുന്ന നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഇങ്ങനെ ആക്കി. ഇതിന്റെ പേര് കനാബിന്റെ നീലച്ചടൻ ഒറിജിനൽ പേര്. അത് പറയുമ്പോ ആർക്കും കുറ്റമില്ലല്ലോ. കഞ്ചാവിന്റെ ഇഞ്ചാ വന്നതല്ലേ വിഷയം. നമ്മൾ നാട്ടുകാർ കൃഷിക്കാര് നീലച്ചടയെന്നൊക്കെ പറയും. മല കയറി ഇടുക്കിയിലെത്തുന്ന ഇവരെ പോലുള്ളവർ ഇതിന് വേറൊരു പേരാ വിളിക്കുക, ഇടുക്കി ഗോൾഡ്. കിട്ടിയില്ലെങ്കിലേ ദേഷ്യം. സാറിന് ശരിക്കും സമ്മതിച്ചു. ഇത് കിട്ടിയില്ല ദേഷ്യം വരും. അതാണ് ഇതിന്റെ പേര്. മദ്യം നേരെ തിരിച്ച്. മദ്യം അടിക്കുമ്പോൾ ദേഷ്യം, ഇല്ലെങ്കിൽ സൈലന്റ്. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. കഞ്ചാവ് തലക്ക് പിടിച്ച് മൂത്തപ്പോ ആ നോവലിലെ നായകൻ ഞാനാണെന്ന് കുറച്ചു നേരത്തേക്ക് എനിക്ക് തോന്നിപ്പോയി. ഇന്നലെ നടന്നെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു മാസ് റോളിലാട്ടം വന്നേ, അതൊക്കെ പോയി. ഇതുപോലൊരു നാട്ടിൻപുറത്തെ ഗ്രാമത്തില് വിറ്റഴിക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളാണിത്. ഇത് പല പ്രാവശ്യമായി ഇയാള് പല കേസുകളിലും പ്രതിയാണ്. വെറുതെ കേട്ടോ കുശുമ്പ്. അളിയാ, നേരത്തെ തോളത്തെ ബേടിയുണ്ടാ? എനിക്കൊന്നും ആയില്ല. എനിക്കെല്ലാമായി തൃപ്തിയായി. ബേടി ഓടാ. തിരുമേനിയോട് യാത്ര പറഞ്ഞില്ല. ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാം. ശരി.